തന്ത വൈബ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. ആലോചിച്ച് നോക്കി, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എന്നോട് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ, നിൻ്റെ തന്ത എന്ന് പറഞ്ഞാൽ എന്താ തോന്നുക? അടി കൊടുക്കുമല്ലേ? അത് വാക്കായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോൾ. മാത്രമല്ല ഇപ്പോൾ എന്തെല്ലാം വാക്കുകൾ, നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഇപ്പം സാധാരണ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഫാഷനായിട്ട് വരികയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്തോ വലിയ എന്തോ ഒരു പുതിയ മോഡേൺ ട്രെൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ, അതായത് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സിനിമയ്ക്ക് അങ്ങനെ അത്തരത്തിലൊരു മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴും ഇല്ല എന്നൊക്കെ. അപ്പം സാറിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എന്താണ് അതിനകത്തൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ടോ? സിനിമയ്ക്ക് നല്ലെന്നായി എല്ലാത്തിനും. ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ മഹാന്മാരായ ആൾക്കാരും കൃഷ്ണനും ബുദ്ധനും മഹാത്മാഗാന്ധിയും ഇവരുടെ യേശുക്രിസ്തു ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ലോകമായിരുന്നെങ്കിൽ എന്തൊരു നന്മയായിരുന്നേനെ. സുഭിക്ഷസുന്ദരമായൊരു ലോകമായിരിക്കില്ലേ. ഇന്നിപ്പോൾ ഈ ലോകത്തിൽ എന്താ യുദ്ധത്തിന് വേണ്ടി മാത്രം ചിലവാക്കുന്ന പൈസ, അതിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ ലോകത്ത് എല്ലാവർക്കും എന്ത് സുഭിക്ഷമായിട്ട് ജീവിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചാലോ. മനുഷ്യൻ ഒരു സമൂഹ ജീവിയായിട്ടിങ്ങനെ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് ഇന്നിപ്പം പെണ്ണിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, അല്ല ആഹാരത്തിന് വേണ്ടി കിട്ടുന്ന ആഹാരത്തിനെ പിടിച്ചു പറിച്ച് എനിക്ക് തിന്നാൻ വേണ്ടി ആയിരിക്കും, അല്ല ഇവർ പെണ്ണിനെ വിത്തം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് വേണം. ഈ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നിനക്കൊരു പെണ്ണെന്നും പറഞ്ഞ് ഒരു ഡിവിഷൻ ഉണ്ടാക്കിയത്. പിന്നെ ഒന്നിച്ചായപ്പോൾ കൂട്ടായ്മയിലുള്ള ജീവിതമായി. അവിടെ നേതാവാകാൻ വേണ്ടിയിട്ടാണ് പല ഘടകങ്ങളിലേക്ക് പോയത്. ഒരു നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള അത് പല പല രീതിയിൽ പോയി, മതമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ മാറി. ഇപ്പം രാഷ്ട്രീയ ഏതാ മതം ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലൊരു അവിയൽ ഭാഗം ഏത് രാഷ്ട്രീയമാണ് വ്യക്തമായ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കുന്നത്. മതം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, ഏത് മതമാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്നത്? ഏത് മനുഷ്യന് വേണ്ട? ഒരു വിഭാഗത്തിന് നന്മയെന്ന് തോന്നുന്ന കാര്യം മറുവിഭാഗത്തിന് കുഴപ്പമല്ലേ? അങ്ങനെയാണോ മതം വേണ്ടത്? അതൊന്നും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഒന്നും നന്മയ്ക്ക് വേണ്ടിയല്ല. പിന്നെ ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ മഹാന്മാരൊക്കെ ഇത് പറഞ്ഞത് ഗാന്ധിജിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നു അല്ലേ? മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെ ലോകത്ത് എത്രയോ പേരുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേല, ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയി. ഞാൻ അദ്ദേഹത്തിനെ ഇട്ടുന്ന ജയിലിലൊക്കെ പോയി കണ്ടു. കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അല്ല, ഒരു മനുഷ്യൻ ആ ജന്മത്തിലേ ഇപ്പം അവിടെ എന്താ നടക്കുന്നത്? അവിടെയുള്ളവരാരും പച്ചവെള്ളം കുടിക്കുകയില്ല. ഞാൻ കണ്ടപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പ്രത്യേകിച്ച് അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, എല്ലാം ഈ കൊക്കക്കോള ഇത് കോളയില്ലേ അതാ കുടിക്കുന്നത്. അത് ശീലിച്ചു പോയി. അത് ഇംഗ്ലീഷുകാരൻ അവിടുന്ന് പോയപ്പോൾ എൻ്റെ വായിലോട്ട് തിരികിട്ട് പോയതാ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഇട്ടേച്ച് പോയപ്പം പലതും നമ്മുടെ ഇവിടെ നമുക്കിട്ട് വേല വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ ഡിവിഷൻ ഉണ്ടാക്കി, എന്താണ് ഭാഷയുടെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ ഡിവിഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും അവർ ഇംഗ്ലീഷുകാർ ഏതൊക്കെ രാജ്യത്ത് നിന്ന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ, എൻ്റെ കാര്യമായി പറഞ്ഞത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ഡ്രഗ്സ് ഒക്കെ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു ചെറിയ കാര്യം പറയാം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേ? ആണല്ലോ. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറഞ്ഞാൽ ഭാഗം എന്ന് പറഞ്ഞാൽ വീടാണ്. വീട്ടിൽ ഉണ്ടാവേണ്ടതല്ല ഇതൊക്കെ, ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് കുഴപ്പം അറിയാമല്ലോ. ഒന്നും പഠിക്കേണ്ട കാര്യങ്ങളല്ല പഠിക്കുന്നത്, പഠിക്കേണ്ടാത്ത കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പഠിച്ച് ഒരു കാലത്തും ഗുണമില്ലാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പം എൻ്റെ കൊച്ചുമോൻ ഇപ്പം 4ാം ക്ലാസ്സിലായിരുന്നു അവൻ. ഇപ്പം UK പോയി. അവൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി. ഇപ്പം ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവിടെ പോയിരുന്നു. അവന് ഒരു 6-7 തരം ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഇപ്പം അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ലൈറ്റ് കണക്ഷൻ കൊടുക്കാനും ബൾബിടാനൊക്കെ അറിയാം. അവൻ പ്ലംബിങ് അറിയാം. മറ്റേ പൈപ്പൊക്കെ പൊട്ടിപ്പോയാൽ അത്യാവശ്യം അതൊക്കെ ചെയ്യാൻ അറിയാം. അവനെ വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ചേർക്കാൻ. ഇപ്പം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് ആ കുട്ടിയെ കണ്ട് അത്ഭുതം തോന്നുന്നു. എന്തൊരു മാറ്റം അതിന്. അത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കും. പിന്നെ പഠിപ്പിക്കുകയാണ് അവർ. 3-4 കുട്ടികളെ അധ്യാപകർക്ക് അവനോട് അതുപോലെ ഒരു ശ്രദ്ധയുണ്ട് ഈ കുട്ടികളിൽ. അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ വീട്ടിലേക്ക് അറിയിക്കുക.
എന്ത് നല്ല കുട്ടികളാ. ഇപ്പോൾ 6 വയസ്സായ കുട്ടി, അവന് ഈ പറഞ്ഞ മാതിരി നമ്മൾ സെക്സ് എന്നൊക്കെ പറയല്ലേ, അവന് എന്നാ ലെസ്ബിയൻ എന്താണെന്നറിയാം, ഹോമോസെക്സ് എന്താണെന്നറിയാം, ബൈസെക്സ്, ഈ വക കാര്യങ്ങൾ അത് ഈ 6ാം ക്ലാസ്സിൽ അവനെന്ത് തെറ്റ് ശരികളൊക്കെ അറിയാം. നമ്മൾ എന്ത് നല്ല കാര്യം. ഇവിടെ ഒരു ബോധവും ഇല്ലാതെ എന്തൊക്കെയോ പഠിപ്പിച്ചു വിടുന്നു. അത് അവർക്കും താല്പര്യമുള്ളതല്ല, ഒരു പ്രയോജനമുള്ളതല്ല. കഴിഞ്ഞ ദിവസം എന്നെ ഒരു കോളേജിൽ നിന്ന് ക്ഷണിക്കാൻ അധ്യാപകർ വന്നിരുന്നു. അധ്യാപകർ പറയും, എൻ്റെ പൊന്നു സാറേ, അത് ഡിഗ്രിക്കുള്ള പിള്ളേരുടെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയില്ലെന്ന്. അധ്യാപകൻ പറഞ്ഞ കാര്യം. അന്നൊക്കെ പണ്ടൊക്കെ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ മാർക്ക് കുറയില്ലേ. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, കോളേജുകളിലൊക്കെ പിള്ളേരെ ജയിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം വരുമെന്ന് ഉറപ്പ് തോന്നുന്ന ഉത്തരങ്ങളൊക്കെ എഴുതി പഠിപ്പിക്കുക. കാണാതെ പഠിക്കുക നിങ്ങളെന്ന് അറിയുന്നത്. മറ്റേതല്ല, ഒരു മാറ്റർ നിങ്ങൾ എഴുത്. അപ്പോൾ അവൻ കമ്പ്യൂട്ടറിലൊക്കെ കയറിയിട്ട് അവിടെ പല സൈറ്റിലൊക്കെ കയറിയിട്ട് അവൻ തപ്പിയെടുത്ത് അവനുണ്ടാകും എഴുതി പറഞ്ഞു, ഇതിങ്ങനെ അപ്പോൾ അത് ശരിയല്ല, ഇന്ന് നീ മാറ്റി എഴുതിക്കൊണ്ടുവാ. അവൻ തന്നെ കണ്ടുപിടിക്കുന്നത്. ലൈബ്രറിയിൽ പോകണം. പിള്ളേരൊക്കെ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്തിട്ടാണ് പഠിക്കുന്നത്. അതെയോ, ലൈബ്രറിയിൽ പോകുന്ന ഏതെങ്കിലും കുട്ടിയുണ്ടോ ഇപ്പോൾ? അപ്പം നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെയാണോ സിനിമ, ഇതൊന്നും ഈ പറഞ്ഞ സ്വാധീനിക്കുന്നു വെച്ചാൽ അത് നമ്മളെ ഒരു അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ എന്തുമാത്രം എന്നെ സ്വാധീനിക്കേണ്ട ചീത്ത കാര്യങ്ങളുണ്ട് കൂടെ കടന്നു പോകുന്നത്. പക്ഷെ കുറച്ച് വയലൻസ് കൂടിയിട്ടുണ്ട് സിനിമയ്ക്കകത്ത് ഇല്ലേ? അല്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നലുണ്ടായിട്ടില്ലേ? പണ്ടൊക്കെ ഒരു പോലീസുകാരൻ സ്ഥലത്ത് വന്ന് ഇറങ്ങി, ഞാൻ ഇറങ്ങി നിന്നാൽ ആ സ്ഥലത്ത് ഒരൊറ്റ മനുഷ്യൻ വരികയല്ലോ. അതിനു മുമ്പ് ഒരു കാലം ഞാൻ തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് പോകും, ഒരു കമ്പേൽ തൊപ്പി വെച്ചിട്ട് പോവുക. അന്ന് മതി. ഇപ്പോഴോ പോലീസുകാരൻ്റെ കുത്തിന് കയറി പിടിക്കും, അവന് എന്തെങ്കിലും പോലീസുകാരനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞവൻ എന്തെങ്കിലും പാർട്ടിക്കാരനായിരിക്കും, ഈ പോലീസുകാരൻ്റെ ജോലി പോകും. നമ്മൾ കാണാൻ പറ്റില്ല, സമരമൊക്കെ വരുമ്പോൾ പോലീസുകാരെ തുപ്പുക, പോലീസുകാരൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയുക. എന്ത് കഷ്ടം. അപ്പം അതിനൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനത്തെ. പിന്നെ നമ്മൾ എന്തിനാണ് സിനിമയെ പറ്റി പറയുന്നത്? ഒരു സാമൂഹ്യ അച്ചടക്കം വേണം. പിന്നെ എല്ലാ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എന്താ ഇപ്പം എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ്, എല്ലാ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഈ അവനവന് ചില കടമകളില്ലേ വ്യക്തിക്ക്. ഇല്ലേ, ജനാധിപത്യ രാജ്യത്തെ ഒരു വ്യക്തികൾക്കും ഓരോ കടമയില്ലേ, വേണ്ടേ? അതേതോ ഒരു നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടില്ലേ? അവനവൻ ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. എനിക്ക് നടക്കാൻ കൈവീശി നടക്കാനോ ഞാൻ ഇങ്ങനെ കൈവീശി പോകും, അത് പാടില്ലല്ലോ. അപ്പം അതൊന്നും പാലിക്കുന്നില്ല. പിന്നെ ഇവിടെ സിനിമയാണ് കുഴപ്പം. ഈ സമൂഹത്തിന് പിന്നെ മൂല്യങ്ങൾ അതല്ലെങ്കിൽ മോറൽസ് പഠിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി സിനിമയ്ക്കോ അല്ലെങ്കിൽ കലയ്ക്കോ ഉണ്ടോ? കല കൊണ്ട് പഠിക്കണമെന്നില്ലല്ലോ. അതല്ല ഞാൻ മുൻപ് പറഞ്ഞത്. മോറൽസ് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഒരു ഉയർച്ച, ഞാൻ മുൻപ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നമ്മുടെ ബോധത്തെ അല്പം ഉയർത്തുന്ന എന്തെങ്കിലും ഉണ്ടാവണം. അത് ഞാൻ മുൻപ് പറഞ്ഞത് അത് തന്നെയാണത്. അതൊരു മോറലായിട്ടൊന്നുമില്ല. ഈ പ്രൊപ്പഗൻഡ കൊണ്ട് ഒരിക്കലും, പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം നമ്മളിപ്പം ഈ സിനിമയിലൊക്കെ പ്രൊപ്പഗൻഡ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെതിരൊക്കെ വരുന്നത് ആൾക്കാർ. എന്തിനെ പറ്റിയാണെങ്കിലും അത് ഇന്ന ഒന്നിനെപ്പറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറയുന്നതുകൊണ്ടല്ലേ മറ്റവൻ പറയുന്നു അല്ല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് മറ്റൊരു പ്രൊപ്പഗൻഡ എന്നുള്ളത്. അപ്പോൾ പ്രൊപ്പഗൻഡ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കലയ്ക്ക് പറ്റുന്ന സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രൊപ്പഗൻഡ ദ ലീസ്റ്റ് പ്രൊപ്പഗൻഡ ഈസ് ദ ബെസ്റ്റ് പ്രൊപ്പഗൻഡ എന്നാണ് പ്രൊപ്പഗൻഡയെ പറ്റി തന്നെ പറയുന്നത്. നമ്മൾ അറിയാതെ അവരിലേക്ക് എത്തിക്കണം. അവരറിയരുത്. അങ്ങനെയാണ് ഏറ്റവും നല്ല. ഈ വലിയ പ്രസംഗിക്കുമ്പോൾ അവൻ ഇസങ്ങളൊന്നും സംസാരിക്കില്ല, പക്ഷേ അറിയാതെ അതിനകത്ത് ഉണ്ടാകും. അത് തന്നെയാണ് സിനിമയിലും വേണ്ടത്, നാടകത്തിലും വേണ്ടത് തന്നെയാണ്. ഈയിടയ്ക്ക് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ? ചെയ്ത് ശരിയായി സന്തോഷം. എനിക്ക് ലീല ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ലീല എന്ന പടത്തിന് ഉണ്ണിയുടെ പിള്ളാച്ചൻ സിനിമ ഓടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഓടാത്ത എനിക്ക് സിനിമാ ജീവിതത്തിൽ ഒരു വിഷമം ഉള്ളതെന്ന് വെച്ചാൽ ആ പടം ഓടാത്തതാണ്. നമ്മൾ അത്രമാത്രം ചില ഇഷ്ടപ്പെട്ടിട്ട് അത് പോയില്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി ആ ക്യാരക്ടർ. എന്ന് വെച്ചാൽ വലിയൊരു കോട്ടയത്തുകാരനാണ്. പിള്ളാച്ചൻ. അത് ഇഷ്ടം. ഇനിയിപ്പോൾ കൃഷ്ണകാന്താണ്ട് എനിക്കിഷ്ടമാണ്, പൂക്കാല ഇഷ്ടമാണ്. അങ്ങനെ ചില ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ്. മിസ്സായ ക്യാരക്ടേഴ്സ് ഉണ്ടോ? അതായത് നമുക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റാതെ മിസ്സായ അതൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്.
അതൊക്കെ ഓരോരുത്തർ അഭിനയിച്ചല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞത് ശരിയല്ലല്ലോ. അതല്ല, നമുക്ക് ചിലപ്പോൾ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ നല്ല ക്യാരക്ടേഴ്സ് പോയിട്ട് പിന്നെ അതൊക്കെ അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ ഇടയ്ക്ക് ചില നല്ല കോമഡി സിനിമകൾ, മേലെപ്പറമ്പിൽ ആൺവീട്, അതുപോലെ രാംജി റാവു, അതിന്റെയൊക്കെ ഒരു ഇതൊന്ന് പറയാം. അതല്ല, മേലെപ്പറമ്പ് ആൺവീടൊക്കെ നമ്മൾ അന്ന് ചെയ്തതല്ലേ. ഇപ്പോഴേ എന്നെ അത് നടനായിട്ട് കാണുന്നു ഇപ്പോഴത്തെ തലമുറ. അതൊക്കെ ആ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചും കൂടെ പഴയ സിനിമകളൊന്നും അറിയാം. അതല്ലേ മേലെപ്പറമ്പ് ആൺവീട് എത്ര വർഷം? 80, 90? അല്ല, ഞാൻ കണ്ടിട്ടുള്ള സിനിമകളാണ്. അല്ലേ, 90ഒക്കെ ആയിരിക്കും. അല്ല, അതൊക്കെ പക്ഷെ ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ഇപ്പൊ കൃഷ്ണൻ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും നല്ല പോലീസ് ഓഫീസർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് ഓഫീസൊക്കെ ചെയ്ത് സോൾട്ട് ആൻഡ് പെപ്പർ എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഭയങ്കര രസം. അതൊരു ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഈ പ്രണയമുണ്ടല്ലോ, പ്രണയം എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പ്രണയം ഇങ്ങനെ അല്ല. അല്ലെ സിനിമയിലെ പ്രണയമല്ലേ എൻ്റെ ഗപ്പ ഇങ്ങനെയല്ലെന്ന് ജഗതി പറയുന്ന പോലെയാ ഇത്. ഇപ്പം ഞാൻ കൊച്ചിലെ സിനിമ കാണുമ്പോഴത്തേക്കും നസീർ സാറിൻ്റെ ഒക്കെ പ്രണയമുണ്ടല്ലോ, ഇപ്പൂ കൊണ്ട് കഴിഞ്ഞു, അങ്ങനെയൊന്നും സംഭവം എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പിന്നെ മരം ചുറ്റി ഓട്ടം അതൊന്നും പറ്റുകയില്ല. പക്ഷെ അങ്ങനെ അവന് ഡാൻസ് എനിക്ക് ഒട്ടും മനസ്സിൽ പിടിക്കാത്ത എനിക്ക് എന്തൊരു കുട്ടിക്കാലം പോലെ ഒരു മാൻലി അല്ല എന്നുള്ള ഫീല് പെണ്ണുങ്ങൾക്കുള്ളതാണ്. അപ്പം എൻ്റെ സിസ്റ്ററിനെ ഡാൻസ് പഠിപ്പിക്കാൻ അച്ഛൻ അയച്ചു. അപ്പോൾ എന്നെ അയച്ചില്ല, എനിക്ക് പഠിക്കണമെന്നില്ല. ഞാൻ എൻ്റെ പെങ്ങളെ കൊണ്ടാക്കുന്ന കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഞാൻ പോയിട്ട് പെങ്ങളെ ഡാൻസ് അവിടെ പോയി ഞാൻ വേറെ ഇതുപോലെ എന്നെ പോലുള്ള അനിയന്മാരുണ്ട്, അമ്മമാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തോ നമുക്ക് പറ്റുന്ന പണി അത് പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്ന് തോന്നലായിരിക്കാം. ഇത് രണ്ടും എനിക്ക്. പക്ഷെ എന്നിട്ട് അങ്ങനെയുള്ള എന്നെ എന്ത് ഗംഭീര കാമുകനും അതിനകത്ത് ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ. അതാണ് ഡയറക്ടർ എടുക്കുക. കാണിക്കുന്നേ ഇല്ല. പക്ഷെ ഇയാളുടെ ഒരു യാത്ര ഉണ്ട് അവളോടൊപ്പം. എനിക്കൊന്ന് ആ സിനിമയിൽ ലാലിൻ്റെ പ്രണയമുണ്ട് ഇവളുമായിട്ട്, ശ്വേത, ആസിഫ് അലിയുടെ പ്രണയമുണ്ട്. പക്ഷേ എൻ്റെ പ്രണയം പെണ്ണ് പോലും ഇല്ല. പക്ഷെ അതിനേക്കാളിലൊക്കെ ഒരു എന്തൊരു പ്രണയമാണ് അത് ആൾക്കാരുടെ മനസ്സിലേ. ബാക്കിയുള്ളവരുടെ പ്രണയം പോലും ഇയാളുടെ പ്രണയത്തിലാണ് നിൽക്കുന്നത്. അല്ലേ, പടം കണ്ടില്ലേ? നാട് മുഴുവൻ കുഴിക്കാൻ പോവാ. എന്നിട്ട് അതിനൊരു യാത്ര അയാൾ പണ്ട് കോളേജ് വെച്ച് ഒരു ചാമിനാറും വലിച്ച് നിൽക്കുമ്പോൾ അവൾ ഇറങ്ങി വന്ന് കണ്ട ഓർമ്മയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമുള്ള പ്രണയമല്ലേ അത്. ഭയങ്കര ലൈഫുണ്ട് അതിനകത്ത്. ഒരു എന്താ പറയുക, അഴകുഴമ്പൻ പഞ്ചാര പ്രണയമല്ല. അതെനിക്കിഷ്ടമായി ആ പ്രണയം. വേറെ അങ്ങനെ ഒരു പ്രണയം അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അല്ലെ? ഐ മീൻ ഒരു ടിപ്പിക്കൽ ഒരു റൊമാൻറ്റിക് പിന്നെ അങ്ങനെ പലതും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. ചെത്തിപ്പൂവേ എന്നൊക്കെ പാട്ടൊക്കെ പാടി